ഗൈസ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പ്രേതത്തിനോട് ഇത്രയും താല്പര്യം എന്ന് എനിക്കറിയില്ല. എനക്കാണ് ഈ സാധനത്തിനെ കണ്ണെടുത്താ കണ്ണൂടെ വൃത്തിയട്ട സാധനം. ആരല്ലോ ബാധയിലല്ലോ മുട്ടുന്നുണ്ട്, കിടന്ന് ഉറങ്ങുന്ന വായില് തുറന്നടാ. ആരെങ്കിണ്ട അതിന്റെ മണ്ടയിൽ ആരും എത്തി നോക്കി. ഒരു മിനിറ്റ് പൗസ് ചെയ്യട്ടെ. സാധനത്തിന് നോക്കണം, എനിക്ക് സാധനം എന്തെന്നാ നോക്കണം. നോക്ക്, എന്തോ ഒരു തല, ഏതോ ഒരുത്തന്റെ തല. എങ്ങനെ വന്ന ആ തല? അത് വാതിലിന്റെ ബാക്കിന്ന് ഗൈസ്. വാതില് പൂട്ടിക്കിടക്കുന്ന സമയത്ത് ഇതിന്റെ ബാക്കിൽ ഒരു സാധനവും ഇല്ല. പക്ഷെ വാതില് തുറന്ന് കഴിഞ്ഞോക്കുമ്പോ ബാക്കിന്ന് തല വന്ന്. റിയൽ ആയിരിക്കോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒറ്റ കാരണം കൊണ്ട് ഞാൻ ഇത് റിയൽ അല്ല എന്ന് വിശ്വസിക്കും. കാരണം എന്താ അറിയുക? ക്യാമറ ക്വാളിറ്റി. ഞാൻ അത് അന്നും ഇന്നും പറയുന്നത്, ഈ വൃത്തിയട്ട ക്യാമറ ക്വാളിറ്റിന്റെ കാരണത്താൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കൂല. കാരണം ഈ ഒരു വൃത്തിയട്ട ക്യാമറ ക്വാളിറ്റിയിൽ എന്ത് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ ഒറിജിനാലിറ്റി മനസ്സിലാവൂല. മനസ്സിലായോ? ഇറ്റ്സ് ലിറ്ററലി ടെല്ലിങ് മീ ടു കം ക്ലോസർ. ആര്? അതെന്തോന്നാടാ സാധനോ? എന്തൊക്കെയല്ലോ സാധനം അങ്ങ് ഉണ്ടാക്കി വിടലാണ് ഇവർ. പ്രേതം ക്രൂതെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ഓനിക്കൊരു പേടിയും കാണുന്നില്ല. എനക്കൊന്നും ഓനും ഇവനും ആ പ്രേതം കൂടി ഇത്ര കാലം ജീവിച്ചതാന്ന് തോന്നുന്നുണ്ട്. ഞാനെല്ലാം അവിടെ തൂറി പെരക്ക്, ചുമരമല്ലേ തൂറി പെരക്കിട്ട് ഓടൂ. എന്തേ എനിക്കത് പേടിയില്ലാത്തത്? എന്നിട്ട് മറ്റേ വീഡിയോ എടുത്തിട്ട് കള്ള കരച്ചിലും കരയുന്നു. എടോ ഗൈസ്, ഇതൊക്കെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. പിന്നെ എന്നാലും ഒരു ചെറിയ പേടി അത്രേ ഉള്ളൂ. അത് പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, എനിക്ക് മാത്രമല്ലല്ലോ. എന്നാലാവുന്ന സാധനമോ അടക്കാമരം മുളച്ച എങ്ങനെയുണ്ട് അതുപോലെ ഉണ്ട്. മെലിഞ്ഞിട്ട് എന്തോ ഒരു സാധനം. ഓട്ടിസം ബാധിച്ച പ്രേതാണ്. ആരോ ബാക്കിൽ കൂടെ പോയേ. വെള്ളത്തിലില്ല. വെള്ളത്തിൽ, അതായത് സ്വിമ്മിംഗ് പൂളില് മുങ്ങുന്നതിന് മുമ്പേ ബാക്കിൽ അതൊരു പ്രേതാണോ ഇത് ഇവരെ ക്രിയേറ്റ് ചെയ്തതാണെന്ന് എനിക്കറിയില്ല. മിക്കവാറും ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് ചാൻസ്. ബിക്കോസ് ഇവർ ക്യാമറ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് ശ്രദ്ധിച്ചില്ലേ? ഇവരെ മുഖത്തൊരു എക്സ്പ്രഷനോ ബാക്കിൽ ആരോ വന്ന് പോയതൊന്ന് ചാനൽ അറ്റ്ലീസ്റ്റ് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കല്ലോ. ദിസ് ഈസ് ക്രിയേഷൻ, ദിസ് ഈസ് മാനിപ്പുലേഷൻ. പ്രേതമുണ്ടെന്ന് വിശ്വസിപ്പിക്കുന്നു. പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആ പ്രേത കുണ്ടിക്ക് കടിക്കോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മാത്രം നമ്മൾ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതൊക്കെ വെറുതെ കണ്ട ഇങ്ങനെ പന്ത് പേടിപ്പിച്ചിട്ട് പോകത്തുള്ളൂ. ഒന്നും ചെയ്യില്ല നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രേതത്തെ നിങ്ങൾ വിചാരിച്ചിട്ട് പേടിക്കേ വേണ്ട. ഇവരിങ്ങനെ വരും, എന്നിട്ട് നീയല്ലായി ഇങ്ങനെ കാണിച്ചിട്ട് ഒന്നും ചെയ്യണ്ടെങ്കിൽ പൊക്കോളൂ. ആരോ മുട്ടുന്നുണ്ട്. വാതിൽ തുറന്ന്. നീ എന്തിനാ വാതിൽ തുറന്ന് പോന്നേ? അതായത് കുട്ടിപ്പിശാജ്. എനിക്ക് ഈ കുട്ടിപ്പിശാജ് പ്രേതങ്ങളാക്കി കണ്ണെടുത്താ കണ്ണൂടാ. അടാ ഡിസപ്പിയർ ആയി. നമുക്ക് പൗസ് ചെയ്തിട്ട് മെല്ലെ ഒന്നുകൂടി നോക്കാം. പക്ഷെ ഇങ്ങോട്ടേക്ക് വേറെ പോവാനുള്ള സ്ഥലമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ ഒരു സാധനം ഓടിപ്പോയി. അതാ ഇവിടുന്നാണ് അത് വരുന്നത്. കണ്ട വെള്ള മറ്റേ കന്തൂറിട്ട കുട്ടിപ്രേതം. ആ സൈഡിക്ക് പോയി. ക്യാമറ കട്ടൊന്നും ഇല്ല, ഡയറക്റ്റ് വന്ന് കാണുന്നില്ല. പക്ഷെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രേതം കുണ്ടിക്ക് കടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, കുണ്ടിക്ക് കടിക്കെങ്കിൽ മാത്രം നമ്മൾ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. എല്ലാത്തിടത്തോളം കാലം നമ്മൾ പ്രേതത്തിന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് വരും വന്നിട്ട് ഇങ്ങനെ കുറച്ച് അസ്വസ്ഥത ആക്കിയിട്ട് പോലത്തെ കുറച്ച് പേടിപ്പിച്ചിട്ട് അങ്ങ് പോകുന്നേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ ഡോണ്ട് വറി. ഓക്കെ, രാത്രി കക്കൂസി പോകുമ്പോൾ വരാണ്ടിരുന്നാൽ മതി. അതാ എനിക്ക് പേടി. സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോകണം. ഇവിടെ ആണെങ്കിൽ ബാത്റൂം ഇല്ല. താഴത്തെ ആരാ സ്റ്റെപ്പിന്റെ മുകളിലേക്ക്? അതെന്ത് വരുത്താന്ന്? എടാ ഇത് എഡിറ്റാ ശരിക്കും ഇത് എഡിറ്റാ. പക്ഷെ അത് വന്ന വരുത്തണ്ടില്ലോ. എത്തി
ആ സാധനം ഇത് കണ്ട, അത് എന്തോ എഡിറ്റാണ് ഇത്. നോക്കിയാ വന്ന് നോക്കിയേ. ഇത് നിങ്ങൾ കുറച്ചേരം കാണാം, ഇത് നിങ്ങൾ കുറച്ചേരം കാണാൻ ഇന്നത്തെ സ്വപ്നത്തിൽ ഈ സാധനം വരും നിങ്ങളെ. സ്ലീപ്പിംഗ് പാരാലിസിസ് എന്തേലും സാധനം. അതുള്ള ആൾക്കാർക്ക് ഉറപ്പാ ഇന്ന് നെഞ്ചത്ത് കയറിയിരിക്കാൻ ഈ സാധനമായിരിക്കും. ഇതൊക്കെ സ്വപ്നത്തിൽ വരുമ്പോഴാണ് ഗൈസ് ശരിക്കും അടങ്ങാറ്. ഓടാൻ പറ്റത്തില്ല നമുക്ക്. നമ്മൾ സ്വപ്നത്തിൽ ഓടുമ്പോൾ നമുക്ക് സ്പീഡ് ഉണ്ടാവില്ല ഗൈസ്. അന്നേരം ഇങ്ങനത്തെ സാധനമൊക്കെ പിടിക്കാൻ വരുമ്പോ ഇല്ലേ, നമ്മൾ എത്ര ഓടിക്കഴിഞ്ഞാലും ഓടിയിട്ട് എത്താൻ പറ്റൂല. അതാ ഏറ്റവും വലിയ അനുഭവം. ചപ്പല്ല പുല്ല്. ഫോണിൽ എന്തോന്ന് നേലും വല്ലതുണ്ടോ? ഓക്കെ, ടൈം കാണിച്ചു തരുന്നതാണ് 2:40. 2:40 ചപ്പ ആരാന്ന് എനിക്ക് അറിയത്തില്ല. ഏതൊരു ചപ്പാനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. നോക്കാം എന്താ സംഭവിക്കുന്നത്. കണ്ട ക്യാമറ ബ്ലർ ആകുന്നുണ്ടോ? എന്താണത്? ഞാൻ കണ്ടില്ലല്ലോ ഒന്നും. എന്റെ മണ്ടക്കാല കുരിശ് വെച്ചാലല്ലേ പ്രേതം പോന്ന് പറയുന്നത്. പോ സാത്താനെ. വേണ്ടേ, കളിക്കണ്ടേ. ഞാൻ പേടിപ്പിച്ചു കഴിഞ്ഞാല് ശരി തൂറിത്തൊപ്പിക്കാൻ പറ്റത്തില്ല കേട്ടാ. കടിക്കൂലടാ, വെറുതെ കണ്ട ബാലമാരന്റെ മുകളിലെല്ലാം കയറിയിട്ട് മറ്റേ കാണാണ്ടായി പോയ അതെല്ലാം തപ്പാണ്. അത് നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ടേ. ഞാൻ പേടിക്കുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇതെല്ലാം കണ്ടിട്ട് പേടിക്കുന്നത്? ആ ഇടിമിന്നൽ എടുത്ത സമയത്ത് അതെന്താ പെട്ടെന്ന് വന്നതെന്ന് ഞാൻ കണ്ടിക്കില്ല. 2x സ്ലോ മോഷനിൽ ഇട്ടിട്ട് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക. എനിക്കത് കണ്ടിട്ട് അത് എന്തെന്നാന്ന് മനസ്സിലായില്ല. ആ പെട്ടെന്ന് വെളിച്ചം വന്ന പേടിച്ചു പോയതാണോ? നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ പുറത്തെങ്ങാനോ? ഇല്ല, ഞാനൊന്നും കണ്ടിക്കില്ല ഗൈസ്. അതിനെ മണ്ണക്കൊരു സാധനത്തിനെ കണ്ടിക്ക് അലമാരന്റെ മുകളില് പോക്ക് പ്രാന്താണ്. ഇങ്ങനെ വന്നിട്ട് നിൽക്കാം. ഞാൻ കാണിച്ചുതരാം. പ്രേതം. ഇത് പ്രേതത്തിന്റെ മുടി. പെൺപ്രേതമായിരിക്കും എപ്പോഴും വരും. ആൺപ്രേതോ ഈ പരിപാടിക്കൊന്നും നിൽക്കൂല. ഞാൻ പറയാലോ, ആണുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ വേഗം വേറെ എന്തേലും വഴി നോക്കിയിട്ട് പോകും. വേറെ എന്തെങ്കിലും എന്താ പറയാ, വേറെ പണിയും നോക്കിയിട്ട് പോകും. ഈ പെണ്ണുങ്ങന്മാർക്കാണ് ഇങ്ങനെ വന്ന് പേടിപ്പിക്കുന്ന പരിപാടി. മുടി ഇങ്ങനെ വെക്കും, എന്നിട്ട് ഇങ്ങനെ എടിങ്ങനെ നിൽക്കും കുറച്ച് സമയം. എന്നിട്ട് അത് ഒരു 4080p ക്യാമറയിൽ ഇങ്ങനെ കാണിക്കും. ഇതാണ് പ്രേതം. ഇങ്ങനെയാണ് പ്രേതം വന്നിട്ട് പോവാൻ. എന്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരിങ്ങനെ വന്നിട്ട് നിന്നിട്ട് പോകത്തേ ഉള്ളൂ. പക്ഷെ കുണ്ടിക്കങ്ങാനും കടിച്ച അന്നേരം നിങ്ങൾ പേടിക്കണം. പിന്നെ അത് എപ്പം വേണമെങ്കിലും ആ കടി കൊള്ളു. ഇതെന്താടാ? ഇതെന്താണിത്? പല്ലിക്കുണ്ടായ മോനോ? പല്ലി മോൻ മുതലയാണോ? മുതലേനെ പല്ലിനെ ക്രോസ് ചെയ്ത് തന്നുണ്ട്. എഡിറ്റാണോ? ആണോ? വൈസോ വിയേർഡ്. ഞാൻ പ്രേതത്തിനെ പേടിക്കരുത് പക്ഷേ ക്രീച്ചേഴ്സ്, സം ടൈപ്പ് ഓഫ് ക്രീച്ചേഴ്സ്, അതിനെ കുറിച്ച് പേടിക്കണേ. അത് മറ്റേ പ്രേതത്തിനെ പോലെ ഒന്നുമില്ല. അത് വന്നിട്ട് പണിയിട്ട് പോകും. ആദ്യം പറഞ്ഞേക്കാം. പ്രേതത്തിനെ പേടിക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ക്രീച്ചേഴ്സ് വന്നിട്ട് ഓടിക്കോളാം. അന്നേരം നിങ്ങൾ ഓടിക്കോ. ഏടിയാന്ന് വെച്ചാൽ ഓടിക്കോ. കുണ്ടെല്ലാം കുഴിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചോ. ആരോ ഉണ്ടാക്കിയത്? ഇത് ക്രിയേറ്റിവിറ്റി ആണ്. ഇത് ആരോ ഉള്ളതൊന്നല്ല. കണ്ടു കഴിഞ്ഞാൽ ബെഡ് എന്നല്ല ഇത് പോകുന്ന കണ്ടാൽ നല്ല ഒറിജിനാലിറ്റി ഉണ്ടല്ലേ. ശരിക്കും വളർത്തുന്നുണ്ടോ സാധനം പോലെ ഉണ്ട്. ഐ ഡോണ്ട് നോ ഗൈസ്. ഓ എന്റെ മോനെ, വായ കൊണ്ട് കളിക്കുന്ന നോക്കിക്കടാ. ഓളെ മോന്ത കണ്ടാ അറിയാടാ ഇത് കുണ്ടി കടിക്കുന്നു. ഉറപ്പാ. മോനെ തൂറാൻ പറ്റൂല. പിന്നെ ഉറപ്പാന്നേ ഇത് ഇങ്ങത്തില്ലാണ്. മറ്റേത് നേല് പോലെയൊക്കെ വന്നിട്ട് പോകുന്ന പ്രശ്നമില്ല. ഇങ്ങനത്തെ സാധനം ഇല്ലേ, പ്രേതം കൂടിയ ബാധ കൂടിയ സാധനങ്ങള് വായോണ്ട് കാണിക്കുന്ന നോക്കിയേ. ഇത് എഡിറ്റല്ല. ഇത് എഡിറ്റ് പോലെ തോന്നില്ല എനിക്ക്. ഇങ്ങനത്തെ എല്ലാം എന്തെങ്കിലും കണ്ടിനാ ഗൈസ് നിങ്ങളെല്ലാം ശരിക്കും? ഞാൻ ശരിക്കും ഇങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇങ്ങനത്തെ പ്രേതത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ജസ്റ്റ് കമന്റ്, ഇല്ലാത്ത വെറുതെ എഴുതിയിട്ട് മറ്റേ ഉപന്യാസം എഴുതുന്ന പോലെ എന്റെ കമന്റ് ബോക്സിൽ എഴുതിയിട്ട് പേടിപ്പിക്കരുത് ബാക്കിയുള്ള ആളെ. ഉള്ള കാര്യം മാത്രം. ഏതോ വീട്ടമ്മക്ക് പ്രാന്തളകിയത്. പക്ഷെ പ്രാന്തളകിയത് ഇങ്ങനെ ആയിരിക്കില്ല. മോന്തൊക്കെ ഇങ്ങനെ മാറിപ്പോവും. ഇതെന്തോ തരം പ്രേതാണ്. അൽമാഫിയ കുൽക്കൂഫിയ എന്ന് പറഞ്ഞ പ്രേതാണിത്. പോ സാത്താനെ പോ, നരകത്തിലേക്ക് പോ. നായാടത് വിത്തിൻ സെക്കൻഡ് ആ സാധനം പെട്ടെന്ന് കുറുക്കനായി. ഇത് സ്കിൻ വാൾക്കർ ആണ്. സ്കിൻ വാൾക്കർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സംഭവങ്ങളുണ്ട്. അവർക്ക് രൂപം മാറാൻ പറ്റും. ഞാനിങ്ങനെ പറയുന്നത് ഇത് ഉള്ളതാണോ അറിയത്തില്ല. മറ്റേ എന്തെന്നായിരുന്നു ഈ ബ്ലാക്ക് എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു.
എനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതിൽ ഈ സ്കിൻ വാൾക്കറിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അവന്മാര് രാവിലെ നമ്മളെ മനുഷ്യന്മാരുടെ കൂട്ടത്തിലെല്ലാം ഉണ്ടാവും പോലും, പക്ഷെ രാത്രി ആയിക്കഴിഞ്ഞാൽ അവന്മാര് രൂപം മാറും പോലും. നായി ആയിട്ടും പൂച്ചയായിട്ട് കരടിയായിട്ടും സിംഹലായിട്ട് പിന്നെ വേറെ ടൈപ്പ് ഓഫ് നേരത്തെ ഒരു ക്രീച്ചറിനെ കണ്ടിട്ടില്ല അതെല്ലാം പോലെ ആയിട്ടുള്ള സ്കിൻ വാൾക്കർ ആവും. കെട്ടുകഥകളാണ്, പക്ഷെ കെട്ടുകഥകൾ കെട്ടിപ്പറയുന്നത് കൊണ്ട് തന്നെ ഇത് എഡിറ്റിംഗ് ആണ്, വിശ്വസിക്കരുത്. പക്ഷേ കറക്റ്റ് സമയത്ത് ആ നായി അവിടുന്ന് അങ്ങനെ അത്രയും പെർഫെക്റ്റിൽ അത് വരണമെങ്കിൽ രാത്രി വീട്ടിലാണ് നിൽക്കുന്നത്, സ്വന്തം വീട്ടിൽ. എനിക്ക് ലൈറ്റ് ഇട്ടിട്ട് പോയിക്കൂടെ? ടോർച്ച് അടിച്ചിട്ട് എന്തിനാടാ പോന്നേ? ഇതെന്താ എന്റെ മൂടെ തല മൂട് വന്നത്? എനിക്ക് പേടിയാതെ, എനിക്ക് ഇങ്ങനത്തെ സാധനം പേടിയാതെ. കടിക്കൊന്നുമില്ല, എന്നാലും ഒരു പേടി. ഇങ്ങനെ കാണുമ്പോ ഒരു പേടി. എന്റെ മോനെ ഞാൻ പറയുന്നത് ഇവരെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ടെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ എന്നാലും പ്രശ്നമില്ലായിരുന്നു. ഒരുമാതിരി കോലത്തില്ല വരാൻ. ഇവർക്ക് കുറച്ച് വൃത്തിയായിട്ട് മറ്റേ നല്ല കുപ്പാലിട്ടിട്ട് വേണ്ടി പേടിപ്പിച്ചൂടെ? ഇതിന് എങ്ങനത്തെ കോലത്തിലായിരുന്നു? ഒരുമാതിരി മുടിയെല്ലാം പറിച്ചിട്ടിട്ട് തീ കൊടുക്കണം അപ്പാട്, മണ്ണെണ്ണ ഇട്ടിട്ട് കത്തിച്ചാടണം അപ്പാട്. 4K ക്യാമറയിൽ, ഏത് 4K ക്യാമറയിൽ 60 FPS പ്രേതത്തിനെ എപ്പം കാണുന്നു അന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. അല്ലാണ്ട് നിങ്ങൾ ഈ വക കാര്യങ്ങളൊന്നും ഒരിക്കലും ബേജാറാവേ വേണ്ട. പ്രേതത്തിനെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പ്രേതമായിട്ട് വരുന്ന ചില മനുഷ്യന്മാരുണ്ട്, അമ്മാരെ കുറച്ച് പേടിച്ചോ. പ്രേതത്തിനെ കാട്ടോ അവസ്ഥയാണ് ഈ മനുഷ്യന്മാരെ കൊണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വാച്ച് ചെയ്യുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ കണ്ടന്റ് ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഓക്കെ, ബൈ.